Hi everyone, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഞാനിന്നുള്ളത് ഓഫീസിലാണ്. എൻ്റെ കയ്യിലുള്ളത് ടൈഗർ ടച്ച് ലൈറ്റിംഗ് കൺട്രോളറാണ്, അതായത് ഒരു ഡിജിറ്റൽ ലൈറ്റിംഗ് കൺസോൾ. സോ നമുക്ക് ഈ ലൈറ്റിംഗ് കൺസോളിനെ കുറിച്ചിട്ട് ഈ വീഡിയോയിലൂടെ നോക്കാം. അതുപോലെ തന്നെ ഈ ടൈഗർ ടച്ചിൽ ഒരു LED പാർ എങ്ങനെ പാച്ച് ചെയ്യാമെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഡിജിറ്റൽ കൺസോൾ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് 100% ഡിജിറ്റൽ കൺസോൾ ഒന്നുമല്ല, ഒരു 75% ഡിജിറ്റൽ കൺസോൾ. കാരണം ഇത് എവലേറ്റ്സ് പേളിനെക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയ ഒരു കൺസോളാണ്. അതായത് എവലേറ്റ്സ് പേളിലൊക്കെ അറിയും, പേൾ കോമൺലി ആരും യൂസ് ആക്കില്ല, ബട്ട് ബാംഗ്ലൂർ സൈഡ് കുറച്ച് കൂടുതലാണ് പേൾ എക്സ്പെർട്ട് യൂസ് ചെയ്യുന്നത്. സോ പേൾ എക്സ്പെർട്ട് ടൈഗർ ടച്ചും ഒരേപോലെയാണ്, ബട്ട് അതിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് രണ്ട് ഡിഫറെൻ്റ് ആണ്. സോ നമുക്ക് ഈ അതുപോലെ ടൈഗർ ടച്ചിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു മെയിൻ TFT ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്, ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ആണിത്. പിന്നെ ഒരു പവർ ബട്ടണ്, പിന്നെ പ്ലേബാക്ക് പേജ് അപ്പ് ഡൗൺ, അതായത് നമ്മൾ മുമ്പ് പേളിൽ കണ്ടിരുന്നല്ലോ റോളർ പേജ്, അതേപോലെ. സോ ഇത് റോളറില്ല, ഇവിടെ കാട്ടിക്ക് എങ്ങനെയാണ്. സോ ഇത് അപ്പ് ഡൗൺ ചെയ്യാനുള്ളത്. പിന്നെ ഒരു മാസ്റ്റർ ഫേഡർ, ഇത് നമുക്ക് വേണമെങ്കിൽ എനേബിൾ ചെയ്യാം, ഡിസേബിൾ ചെയ്യാം. ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം മാസ്റ്റർ ഫേഡർ യൂസ് ആക്കാം, ഇല്ലാണെങ്കിൽ അത് ഓഫ് ആക്കിയിട്ട് വെക്കാം. പിന്നെ ഒരു 10 പ്ലേബാക്ക് ഫേഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് 3 എൻകോഡർ വീലും കൊടുത്തിട്ടുണ്ട്. 3 എൻകോഡർ വീലിൻ്റെ താഴെയായിട്ട് അത് മൗസ് ടൈപ്പ് നമുക്കിത് യൂസ് ചെയ്യാം. സോ ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്കത് യൂസ് ചെയ്യാം. സോറി അതല്ല, ഇവിടെ നമുക്ക് മൗസ് പോലെ ഇത് യൂസ് ചെയ്യാം. പിന്നെ പ്രോഗ്രാംസ് ഇത് സ്വിച്ച് മോഡ് കൊടുത്തിട്ടുണ്ട്, സിസ്റ്റം മോഡ്, റൺ മോഡ്, പ്രോഗ്രാം മോഡ്, അത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ. പിന്നെ സോഫ്റ്റ് കീസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതേപോലെ പിന്നെയും കുറച്ചും കൂടി പ്രീസെറ്റ് പ്ലേബാക്ക് ബട്ടൺസ് ഫേഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതായത് 10 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ പിന്നെ ഒരു 10 ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്, എക്സിക്യൂട്ടർ ബട്ടൺസ്. പിന്നെ ഇവിടെ വന്നാൽ ആട്രിബ്യൂട്ട് ബാങ്ക്സ്, ഫങ്ഷൻസ്, പിന്നെ വിൻഡോസ് കൺട്രോള്, സെലക്ഷൻ കീസ്, ന്യൂമറിക് പാഡ്സ്, സീക്വൻസ് ബട്ടൺസ് എന്നിവ കാര്യമാണ്. അതായത് പേളിൽ കൊടുത്തിട്ടുള്ള പോലെ തന്നെ വലിയ ഡിഫറൻറ്റ് ഒന്നുമില്ല. ഒരു ഡിസ്പ്ലേ എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുണ്ടെന്ന് ഇവിടെ. അതിൽ കുറേ ഫേഡേഴ്സ് ഉണ്ടായി, ഇതിൽ ഡിസ്പ്ലേ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനൽ. സോ നമുക്ക് ഇതിൻ്റെ ബാക്ക് പാനൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. വലിയ ഡിഫറൻറ്റ് ഒന്നുമില്ല, ചെറിയ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബാക്ക് പാനലോട്ട് കിടക്കാം. ബാക്ക് പാനൽ എന്തൊക്കെ വന്നിട്ടുണ്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഇവിടെ ഒരു അതെ പേളിലെ പോലെ തന്നെ ഒരു ഔട്ട്ലെറ്റ് ഫാൻ, അതായത് ചൂട് കാറ്റ് പുറത്താണുള്ളത്. പിന്നെ ഒരു പവർ ഇൻപുട്ട് കണക്ടർ, അതിന് താഴെയായിട്ട് അതിൻ്റെ പവർ ബട്ടൺസും, പിന്നെ ഒരു ലാമ്പിനുള്ളൊരു സെക്ഷനും, പിന്നെ USB, HDMI, VGA പോർട്ട്, പിന്നെ USB പോർട്ട്സ്, ലാൻ പോർട്ട്, ഓഡിയോ ഇൻ പോർട്ട്, പിന്നെ അത് DC പ്രവർത്തിക്കാനുള്ള ഒരു ചെറിയൊരു പോർട്ടും കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിന് DC വേണം പ്രവർത്തിപ്പിക്കാം 12 വോൾട്ടിൽ. അതായത് ഇതിൻ്റെ മെയിൻ സെക്ഷൻ ഇതിൻ്റെ PC സെക്ഷന്. പിന്നെ ഇങ്ങോട്ട് വന്ന ഒരു റീസെറ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോർമൽ ഓപ്പറേഷൻ, പിന്നെ വേറെ ഓപ്പറേഷനിലേക്കുള്ള സ്വിഫ്റ്റ് ചെയ്യാനുള്ള ഒരു കീ കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇപ്പുറത്ത് വന്നാൽ 4 ഔട്ട്പുട്ട്, DMX 4 ഔട്ട്പുട്ട്, ABCD. സോ 4 ഔട്ട്പുട്ട്. പിന്നെ മിഡി ഇൻ, മിഡി ഔട്ട്, അതായത് നമുക്ക് എക്സ്റ്റേണൽ ഫേഡേഴ്സ് എന്തെങ്കിലും വേണം, അതായത് മിഡി വേറെ മിഡി കൺട്രോൾ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ അതും ചെയ്യാം. സോ മിഡി ഇന്നും മിഡി ഔട്ട് ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ഒരു ക്ലാമ്പ് കൊടുത്തിട്ടുണ്ട്, ഒരു ഇതിനെ ലിഫ്റ്റ് ചെയ്യാനുള്ള, അതായത് ഇത് ഇപ്പോൾ കൺസോൾ നിൽക്കുമ്പോൾ കാണാൻ പറ്റുന്നില്ല, ഹൈറ്റ് ഉള്ളവർക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് ലിഫ്റ്റ് ചെയ്ത് കൺസോളിനെ ലിഫ്റ്റ് ചെയ്തിട്ടും വെക്കാം. നമുക്ക് ഇതിൻ്റെ വർക്ക് സ്പേസിലോട്ട് കിടക്കാം, എങ്ങനെ ഇത് ചെയ്യാമെന്ന്. സോ അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന വെർഷന് ടൈഗർ ടച്ച് 9.1 ആണ്. പലരും ഡിഫറെൻറ്റ് വെർഷൻസിലാണ് യൂസ് ചെയ്യുന്നത്, അവർക്ക് കംഫർട്ടബിളായ വെർഷൻസാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ സോ നമുക്ക് ഈ വർക്ക് സ്പേസിലോട്ട് കിടക്കാം. ഓക്കെ കൊടുത്തു. സോ നമുക്ക് ഇവിടെ പാച്ച് ചെയ്യാനായിട്ട് വർക്ക് സ്പേസ് ആവശ്യമുള്ളത് ഫിക്ചേഴ്സും പിന്നെ ഗ്രൂപ്പ്സാണ്. സോ ഞാനിവിടെ ഫിക്ചേഴ്സ് ആൻഡ് ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ വിൻഡോ വന്ന്. സോ നമുക്ക് ഈ ഫിക്ചേഴ്സ് പേജിൽ എത്ര ഫിക്ചേഴ്സ് വേണമെങ്കിൽ ഇവിടെ പാച്ച് ചെയ്യാം. പിന്നെ അതിൻ്റെ താഴെ ഫിക്ചേഴ്സിന് നമുക്കിവിടെ ഗ്രൂപ്പാക്കി ഗ്രൂപ്പ്സിൽ സേവ് ചെയ്യാം. ഇതാണ് ഫിക്ചേഴ്സ് പിന്നെ ഗ്രൂപ്പ്സിൻ്റെ വിൻഡോ. പിന്നെ നിങ്ങൾക്ക് വർക്ക് സ്പേസ് മാറ്റിയെടുക്കാം. ആട്രിബ്യൂട്ട് എഡിറ്റർ, വർക്ക് സ്പേസ്, എക്സ്ട്രാ വർക്ക് സ്പേസ് ആണ്, എക്സ്ട്രാ വർക്ക് സ്പേസ് ആഡ് ചെയ്യാം. എഫക്റ്റ് എഡിറ്റർ, ഇതിൽ എഫക്റ്റ് എല്ലാം എഡിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഗ്രൂപ്പ്സ് ആൻഡ് പാലറ്റ്സ്, അതായത് ഗ്രൂപ്പ്സ്, പൊസിഷൻസ്, ഗോബോസ് ആൻഡ് ബീംസ്, കളേഴ്സ്, ഇതൊക്കെ നമുക്ക് ഇവിടെ സേവ് ചെയ്യാം. സോ സേവ് ചെയ്യാനായിട്ട് പെർട്ടിക്കുലർ വിൻഡോ ഉണ്ട്. ഇപ്പോൾ ഗ്രൂപ്പ്സ് ഉണ്ട്, കളേഴ്സ്, പിന്നെ ഗോബോസ് ആൻഡ് ബീംസ്, പൊസിഷൻസ്, അങ്ങനെ വേറെ വേറെ
വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ഇത് ചെയ്യാൻ. പിന്നെ അപ്പോൾ നമുക്ക് വർക്ക് സ്പേസ് ഒക്കെ കണ്ടു കഴിഞ്ഞു. സോ നമുക്കിനി ഡയറക്റ്റ്ലി എങ്ങനെ പാച്ച് ചെയ്യാൻ നോക്കാം. സോ പാച്ച് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ലൈറ്റ് ഒരു നോൺ വാട്ടർ പ്രൂഫ് RGB LED പാറാണ്. സോ ഞാൻ ഡയറക്റ്റ്ലി കണക്ട് ചെയ്തിട്ടുണ്ട്, സ്പ്ലിറ്ററൊന്നും യൂസ് ചെയ്തിട്ടില്ല, ലൈൻ എയിലേക്കാണ് കണക്ട് ചെയ്തത്. സോ നമുക്കിനി എങ്ങനെ പാച്ച് ചെയ്യാൻ നോക്കാം. സോ നമുക്ക് പാച്ചിങ്ങിലോട്ട് കിടക്കാം. സോ പാച്ച് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ക്ലിയർ എക്സിറ്റ് അടിച്ചിട്ടുണ്ട്, കംപ്ലീറ്റ് ക്ലിയർ ആക്കിയിട്ടുണ്ട്. സോ ഞാൻ ഓൾറെഡി ഒന്ന് പ്രോഗ്രാം ചെയ്തിട്ട് വെച്ചിട്ടാ. സോ ഞാനിവിടെ പാച്ച് ക്ലിക്ക് ചെയ്തു. പാച്ച് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഓപ്ഷൻ ചോദിക്കുന്നുണ്ട് ഡിമ്മേഴ്സാ ഫിക്ചേഴ്സ് ആണ്. സോ ഞാൻ ഫിക്ചർ ക്ലിക്ക് ചെയ്തു. ഫിക്ചർ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഏത് ഫയലാണെന്ന് സെർച്ച് ചെയ്യാം. സോ ഞാനിവിടെ കീബോർഡ് എടുത്തിട്ട് ജനറിക് എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. സോ എൻ്റെ ഫയൽ ജനറിക് ഇവിടെ വന്നിട്ടുണ്ട്. സോ ഞാൻ ജനറിക് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തിട്ട് ഏത് മോഡൽ LED പാറാണ്. സോ RGB 5DMX, ഞാൻ RGB 5DMX സെലക്ട് ചെയ്യുന്നു. അതിലേത് മോഡൽ വേണമെന്ന് ചോദിക്കുന്നുണ്ട്. DRGB, അതായത് ഡിമ്മർ, റെഡ്, ഗ്രീൻ, ബ്ലൂ, പിന്നെ സ്ട്രോബ്. സോ ഞാനത് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ക്വാണ്ടിറ്റി എത്ര, ക്വാണ്ടിറ്റി 1, DMX ലൈൻ 1. DMX ലൈൻ 1 എന്ന് വെച്ചാൽ ബാക്ക് സൈഡ് ലൈൻ A. പിന്നെ അഡ്രസ്സ് അഡ്രസ്സ് 1 ആണ്. 1 കൊടുത്ത് എൻ്റർ അടിച്ചു. യൂസ് നമ്പർ 1 എല്ലാം ഞാൻ സ്റ്റാർട്ടിങ് ആയിട്ട് 1 തന്നെ കൊടുത്തു പോകുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ ഫിക്ചേഴ്സ് പേജിലാണ് നെക്സ്റ്റ് സെലക്ട് ചെയ്യേണ്ടത്, എവിടെയാണ് പാച്ച് ചെയ്യേണ്ടത്. സോ നമുക്ക് ഇവിടെ ഫിക്ചേഴ്സ് പേജിൽ എവിടെ വേണം പാച്ച് ചെയ്യാം. സോ ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ കാട്ടിക്കാൻ വേണ്ടി ഞാനിപ്പോൾ 5 അടിച്ചു. സോ ഇത് 5 എന്നൊരു പേജിൽ അത് പാച്ച് ചെയ്തു. സോ നമുക്കിനി ഇത് ഓണാക്കി നോക്കാം. ഓണാക്കി നോക്കാനായിട്ട് ഞാൻ പാച്ച് പേജിൽ നിന്ന് എക്സിറ്റ് അടിച്ചു ഇത് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് ലൊക്കേറ്റ് ബട്ടൺ അടിച്ചു. സോ ലൊക്കേറ്റ് ബട്ടൺ അടിക്കുമ്പോൾ ലൈറ്റ് ഓണായി, റെഡും ഗ്രീനും ബ്ലൂവും ഓണായിട്ട് വൈറ്റ് കളർ വന്നിട്ടുണ്ട്. സോ നമുക്കിനി ഇത് പ്രോഗ്രാം ചെയ്ത് നോക്കാം. സോ ഞാനിത് അതിൽ സെലക്ട് ചെയ്തു, ലൊക്കേറ്റ് അടിച്ചു, ഡിമ്മർ ഫുള്ളാക്കിയിടാം. അതുപോലെ കളേഴ്സ് വന്ന റെഡ് ഫുള്ളാക്കി, ഗ്രീൻ ഫുള്ളാക്കി, ബ്ലൂ ഫുള്ളാക്കി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു പ്ലേ ബാക്ക് സെക്ഷനിലേക്ക് സേവ് ചെയ്യുന്നുണ്ട്. സേവ് ചെയ്യാനായിട്ട് ഞാനിവിടെ റെക്കോർഡ് ക്യൂ അടിച്ചിട്ട് ഇവിടെ സേവ് ചെയ്തു. സേവ് ചെയ്യുമ്പോൾ ഈ ഫേഡറിലേക്ക് ആ ഒരു പ്രോഗ്രാം വന്നിട്ടുണ്ട്, കണ്ടില്ലേ. സോ ഈ ഫേഡറിലെല്ലാം ഒന്നുമില്ല, ഞാൻ ഈ ഫേഡറിൽ മാത്രം പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. സോ ഞാൻ ഈ ഫേഡറിൽ വൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത് വൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് റെഡ് കളറാക്കി നോക്കാം. സോ റെഡ് കളറാക്കിയിട്ട് ഞാൻ ഫിക്ചർ എടുത്തിട്ട് ഡിമ്മർ സെലക്ട് ചെയ്തു, ഡിമ്മർ ഫുള്ളാക്കിയിട്ട് ഇവിടെ ഇതെടുത്തിട്ട് ഗ്രീൻ കുറച്ചു, ഗ്രീൻ 0, ബ്ലൂ 0 ചെയ്തു. ഇപ്പോൾ റെഡ് വന്നിട്ടുണ്ട്, റെഡ് ഫുള്ള്, ഗ്രീൻ 0, ബ്ലൂ 0. സോ നമുക്കിത് റെക്കോർഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ അല്ലേ റെക്കോർഡ് ചെയ്തത്, ഞാൻ മുകളിലത്തെ പ്രിസെറ്റ് പ്ലേ ബാക്സിലേക്ക് റെക്കോർഡ് ചെയ്ത് നോക്കാം. സോ അതിനായിട്ട് റെക്കോർഡ് അടിച്ചു, ഇവിടെ ക്ലിക്ക് ചെയ്തു. സോ ഇനി ക്ലിയർ എക്സിറ്റ് അടിക്കാം. സോ നമുക്കിനി ഈ ഫേഡർ അടിച്ചാൽ കണ്ടില്ലേ. സോ അതേപോലെ ഇവിടെ ഒരേപോലെ നമുക്ക് ഉപയോഗിക്കാം, കണ്ടില്ലേ റെഡ്. സോ നമുക്ക് നെക്സ്റ്റ് ഗ്രീൻ ആക്കി നോക്കാം. ലൈറ്റ് സെലക്ട് ചെയ്തു, ഡിമ്മർ സെലക്ട് ചെയ്തു, ഡിമ്മർ ഫുള്ളാക്കി. അതിനുശേഷം റെഡ് കുറച്ചു, ഗ്രീൻ ഫുൾ വാല്യൂ ആക്കി. അതുപോലെ തന്നെ ബ്ലൂവും 0 വാല്യൂ ആക്കി. സോ ഇപ്പോൾ ഗ്രീൻ ആയി. സോ ഗ്രീൻ സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് റെക്കോർഡ് ക്യൂ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ സേവ് ആയിട്ടുണ്ട് ഗ്രീന്. സോ അപ്പോൾ ഇതൊക്കെയാണ് ഒരു സിമ്പിളായിട്ട് എങ്ങനെ പ്രോഗ്രാം സ്റ്റോർ ചെയ്യാമെന്ന്. സോ നമുക്ക് ഇതിൽ കളർ പാലറ്റ് എങ്ങനെ സേവ് ചെയ്യാൻ നോക്കാം. സോ കളർ പാലറ്റ് സേവ് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ കളർ വിൻഡോസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം ഫിക്ചർ സെലക്ട് ചെയ്യാം. ഫിക്ചർ സെലക്ട് ചെയ്തിട്ട് ഡിമ്മർ ഓൺ ആക്കാം. ഞാൻ ഓൾറെഡി ഡിമ്മറോടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിമ്മർ ഓൺ ചെയ്തു. ഡിമ്മർ ഓൺ ചെയ്തിട്ട് നമുക്ക് കളർ എടുക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ റെഡ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ റെഡ് എടുത്തിട്ടുണ്ട്. സോ റെഡ് കളർ എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ റെക്കോർഡ് പാലറ്റ് ഉണ്ട്. റെക്കോർഡ് പാലറ്റ് ക്ലിക്ക് ചെയ്യാം. ഏത് കളേഴ്സ് വേണം ആ കളേഴ്സിൽ ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെ റെഡ് കളർ സേവ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിനി ഗ്രീൻ കളർ എങ്ങനെ സേവ് ചെയ്യാൻ നോക്കാം. ഗ്രീൻ കളർ ആക്കിയിട്ടുണ്ട്. റെക്കോർഡ് പാലറ്റ് ഏതെങ്കിലും ഒരു പാലറ്റ് ക്ലിക്ക് ചെയ്യാം. ഗ്രീൻ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ബ്ലൂ, റെക്കോർഡ് പാലറ്റ് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് പിങ്ക് ആക്കി നോക്കാം. മെജൻഡ ആക്കി നോക്കാം. സ്റ്റോർ പാലറ്റ് ക്ലിക്ക് ആയിട്ടുണ്ട്. പിന്നെ ഒരു ആംബർ കളറാക്കി നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 5 കളർ സേവ് ചെയ്തിട്ടുണ്ട്, സിമ്പിൾ ബേസിക് ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. സോ നമുക്കിനി
കളർ അത് സേവ് ചെയ്ത പാലറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് ഇല്ലെന്ന് നോക്കാം നമുക്ക്. അത് നോക്കാനായിട്ട് ഞാനിവിടെ പിക്ചർ സെലക്ട് ചെയ്തിട്ട് റെഡ് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ റെഡ് വന്നു. ഗ്രീൻ ക്ലിക്ക് ചെയ്തു, ഗ്രീൻ ആയി. ബ്ലൂ ക്ലിക്ക് ചെയ്തു, ബ്ലൂ ആയി. മെജന്റ ക്ലിക്ക് ചെയ്തു, അത് വന്നു. അപ്പോൾ ഞാനിവിടെ സേവ് ചെയ്ത കളേഴ്സ് എല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കളർ പാലറ്റ് സേവ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ ഒരു സ്ട്രോബ് സേവ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ സ്ട്രോബ് സേവ് ചെയ്യാനായിട്ട് പർട്ടിക്കുലർ വിൻഡോസ് ഒന്നുമില്ല. നമ്മൾ ഗോബോസ് ആൻഡ് ബീംസിലാണ് സ്ട്രോബ് സേവ് ചെയ്യേണ്ടത്. സോ ഞാൻ സ്ട്രോബ് സേവ് ചെയ്യാനായിട്ട് ഗ്രൂപ്പ് സെലക്ട് ഫിക്ചർ സെലക്ട് ചെയ്തിട്ട് ഡിമ്മർ ഓൾറെഡി ഫുള്ളിലുണ്ട്. ഞാൻ സ്ട്രോബ് എടുത്തു. സ്ട്രോബ് നമുക്ക് വേണ്ട ഒരു വാല്യൂയിൽ വെച്ചിട്ട് സ്റ്റോർ പാലറ്റ് കൊടുത്തിട്ട് ഇവിടെ ഗോബോസ് ആൻഡ് ബീംസിൽ കൊടുക്കാം. ഇപ്പോൾ സ്ട്രോബ് ഓണിലുണ്ട്. ഇനി സ്ട്രോബ് ഓഫ് ആക്കിയിട്ട് എന്നൊരു പാലറ്റോ കൊടുക്കാം. സോ അത് സ്ട്രോബ് ഓഫ് ആക്കാൻ വേണ്ടിയിട്ടാണ്. സോ അങ്ങനെ അതിൽ 0 വെച്ചു. സ്ട്രോബ് ഓഫ് ചെയ്തിട്ട് റെക്കോർഡ് പാലറ്റ് ഇവിടെ കൊടുത്തു. അത് ഞാൻ ആ പ്രോഗ്രാം ക്ലിയർ ചെയ്തു. സോ നമുക്കിവിടെ ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ സ്ട്രോബ് വന്നിട്ടുണ്ട്. ഇവിടെ കൊടുത്താൽ ഇപ്പോൾ സ്ട്രോബ് ഓഫായി. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ലേബിൾ ചെയ്തും എടുക്കാം. സോ ലേബിൾ ചെയ്യാനായിട്ട് ഞാൻ സെറ്റ് ലെജൻഡ് കൊടുക്കുന്നുണ്ട്. ഇത് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ആ പേര് വേണ്ടെന്ന് ഇവിടെ കൊടുക്കാം. ഞാനിപ്പോൾ സ്ട്രോബ് ഓൺ എന്ന് കൊടുക്കുന്നുണ്ട്. സ്ട്രോബ് സ്പേസ് ഓൺ എൻ്റർ. സോ ഞാൻ സ്ട്രോബ് ഓൺ എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ അപ്പുറത്ത് സ്ട്രോബ് ഓഫ് സേവ് ചെയ്തിട്ടുണ്ട്. സോ സ്ട്രോബ് ഓഫിനാണെങ്കിൽ സ്ട്രോബ് ഓഫ് എന്ന് കൊടുക്കാം. ഓഫ് കൊടുത്ത് ഞാൻ ആദ്യം സെറ്റ് ലെജൻഡ് എടുത്തു, ക്ലിക്ക് ചെയ്തു. ഇവിടെ കീബോർഡിലൊക്കെ കീബോർഡിൽ വന്നിട്ട് സ്ട്രോബ് ഓഫ് എന്ന് കൊടുക്കാം. ഇപ്പോൾ സ്ട്രോബ് ഓഫ് ഒന്നും കൊടുത്തിട്ടുണ്ട്. സോ പേര് മാറ്റിയാൽ പ്രത്യേകിച്ച് പ്രോഗ്രാം ഒന്നും മാറാനില്ല, ജസ്റ്റ് പേര് മാത്രം മാറ്റിയെന്നേ ഉള്ളൂ. ഇപ്പോൾ സ്ട്രോബ് ഓൺ, സ്ട്രോബ് ഓഫ്. അപ്പോൾ ഇങ്ങനെയാണ് സ്ട്രോബ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ LED പാറിൽ പ്രത്യേകിച്ചൊന്നുമില്ല, കളറും സ്ട്രോബ് മാത്രമാണ് LED പാറിലുള്ളത്. പിന്നെ ഡിമ്മർസും. അപ്പോൾ പിന്നെ പൊസിഷൻസ് മൂവിങ് ഹെഡ്സിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കാട്ടിക്കേണ്ട ആവശ്യമില്ല. സോ നമ്മൾ പാലറ്റ്സ് ഒക്കെ സ്റ്റോർ ചെയ്തു. സോ നമ്മൾ സ്റ്റോർ ചെയ്ത പാലറ്റ് എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ ഡിലീറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഡിലീറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇത് സെലക്ട് ചെയ്തു. എത്ര പാലറ്റ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പാലറ്റെല്ലാം നമ്മൾ സെലക്ട് ചെയ്തു. സോ റെഡ് കളർ വന്ന്. സോ നമുക്ക് ഇതിനെ എൻ്റർ അടിക്കാം. സോ എൻ്റർ അടിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി. സോ നെക്സ്റ്റ് നമുക്ക് ഇവിടെ സ്ട്രോബ് സേവ് ചെയ്തിട്ടുണ്ടല്ലോ, അതും ഡിലീറ്റ് ചെയ്യാം. സോ ഡിലീറ്റ് ചെയ്യാനായിട്ട് ഡിലീറ്റ് സെലക്ട് ചെയ്തു. പിന്നെ ഇവിടെ സ്റ്റോർ ചെയ്ത 2 സ്ട്രോബും ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്തു. എന്നിട്ട് എൻ്റർ കൊടുക്കാം. അതും ബൈ മിസ്റ്റേക്ക് അത് ക്ലിക്ക് ആയിട്ടാ. ഡിലീറ്റ് അടിച്ചു, സെലക്ട് ചെയ്തു, എൻ്റർ കൊടുക്കാം. അങ്ങനെ സ്ട്രോബും ഡിലീറ്റ് ആയി. സോ നമുക്കിനി ഇവിടെ ഒരു പാച്ച് ഉണ്ട്. 1 മിനിറ്റ്. ഇവിടെ ഒരു പാച്ച് ഉണ്ട്. സോ പാച്ച് എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്ന് നോക്കാം. പാച്ച് ഡിലീറ്റ് ചെയ്യാനായിട്ട് ഡിലീറ്റ് സെലക്ട് ഫിക്ചർ, അതായത് ഡിലീറ്റ് ചെയ്യണം, അത് സെലക്ട് ചെയ്യാം, എൻ്റർ അടിക്കാം. അപ്പോൾ ആ പാച്ചും ഡിലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സേവ് ചെയ്ത പ്രോഗ്രാമായിട്ട്, സേവ് ചെയ്ത പാലറ്റായിട്ട്, സേവ് ചെയ്ത പാച്ച് ചെയ്ത ഫിക്ചറായിട്ട് ഇങ്ങനെയാണ് അത് ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ടൈഗർ ടച്ചിനെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ. സോ മലയാളത്തിൽ ആരും ഇതുവരെ ടൈഗർ ടച്ചിനെ കുറിച്ചിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ടൈഗർ ടച്ച് മാത്രമല്ല, പേൾ എക്സ്പെർട്ടായിട്ട്, അതുപോലെ തന്നെ സാഫയർ ടച്ച്, ഗ്രാൻഡ്മ 2, ഗ്രാൻഡ്മ 3 ഇതിനെല്ലാം വീഡിയോ എൻ്റെ ചാനലിൽ വരുന്നതായിരിക്കും. സോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാം വഴി കോൺടാക്ട് ചെയ്യുക. സോ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും. സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നവർക്കും എല്ലാവർക്കും ബൈ.